മീഡിയ അഡ്വൈസർ ആയിട്ട് ശ്രീ റോയ് മാത്യു വന്നിരിക്കുന്നു. അത് തികച്ചും വളരെ വളരെ ഇത് നമുക്ക് ഇനി ഞാൻ പറയുന്നല്ലോ, ഇതില് വെറും ഒരു രാഷ്ട്രീയ ഔചിത്യത്തിന്റെയും ഒക്കെ കാര്യമാണ്. പക്ഷേ ഈ റോയ് മാത്യു എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാണക്കേടാണ്. കാരണം എനിക്ക് വ്യക്തിപരമായി 1995 നായനാർ സർക്കാർ മുതൽ ഇദ്ദേഹത്തെ ഞാൻ അതൊരിക്കലും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടില്ല, ആവാൻ കഴിയുകയുമില്ല. അത്തരത്തിലുള്ള നിലവാരത്തിലുള്ള ആ നിലവാരത്തിലുള്ള ആളല്ല ഞാൻ. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിട്ട് ഏതോ ഒരു എനിക്ക് അറിഞ്ഞൂടെ എന്തിന്റെ പ്രതിനിധിയായിരുന്നു എന്ന് ആ സെക്രട്ടേറിയൽ ചുറ്റി നടക്കുകയും മന്ത്രിമാരുടെ ഓഫീസുകൾ കയറി ഇറങ്ങുകയും TM ജേക്കബിന് വേണ്ടി പല കൂലിയെഴുത്തും നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി. ഇതൊക്കെ എനിക്ക് വളരെ വ്യക്തമാണ്. ഇതൊക്കെ ഞാൻ വെല്ലുവിളിക്കാണ്, പൊതുമേഖലയിലാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വമുണ്ട്, അതിന്റെ നിയമബാധ്യതകൾ ഞാൻ നേരിടുകയാണ്. അദ്ദേഹം അങ്ങനെ വിവാദങ്ങളിലൂടെ പ്രത്യേകിച്ച് ഒരു ലാവണമില്ലാതെ ഈ ഒരു എന്താ പറയണ്ടേ, അവിടുന്ന് ഒരു ന്യൂസ് ഓപ്പറേഷൻസിൽ ഏതിലൊക്കെ ഉണ്ടായതല്ല. അദ്ദേഹത്തിന് മുഖ്യധാര മാധ്യമങ്ങളുടെ യാതൊരു വിശ്വാസ്യതയും വളരെ കാലമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നീട് അദ്ദേഹം അവിടെ ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിരുന്നു എന്ന് പറയുന്നു, ദീപിക എഡിറ്റർ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെ OVVG എന്റെ പകർത്തെഴുത്തുകാരൻ എന്നുള്ളത് ഒരു യോഗ്യതയുമല്ല, ഒരു യോഗ്യതയും. OVVG വലിയ ആളായിരിക്കും, അദ്ദേഹത്തിന്റെ പകർത്തെഴുത്തുകാരൻ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആവുന്നതിനുള്ള ഒരു യോഗ്യതയുമല്ല. ഞാൻ 100 പേരെ കാണിച്ചു തരാം ഇവിടെ. ഇത് ജഡ്ജിയാവാൻ ആധാരം എഴുത്തുകാരൻ മതി എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ റെക്കോർഡിൽ ഒരു കരി പുരണ്ട ഒരു മറുനാടൻ മലയാളി എന്ന RSSന്റെ ഒരു നുണ ഫാക്ടറിയുടെ എഡിറ്ററായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിരവധി പോസ്റ്റുകൾ ഞാൻ ചെക്ക് ചെയ്തു. അദ്ദേഹം അതിന്റെ കൺസൾട്ടന്റ് ആയിരുന്നു. അത് എന്തായാലും ശരി, കൺസൾട്ടന്റ് ആയാലും പിന്നെ കൺസൾട്ടന്റ് ആയാലും എഡിറ്റർ ആയാലും താങ്കൾ അവിടെ പോകുമ്പോൾ താങ്കൾ ഈ മറുനാടൻ മലയാളിയിൽ എന്തെങ്കിലുമായിട്ട് പോകുമോ? ഞാൻ പറയുന്നത് അദ്ദേഹം റോയ് മാത്യു സി ന്യൂസിന്റെ കേരള ബ്യൂറോ ചീഫ് ആയിരുന്നു. സി ന്യൂസ് എന്ന ഹിന്ദി ചാനൽ, ഫ്രീ ന്യൂസ്, ഇപ്പോഴുണ്ടല്ലോ. That's not an important mainstream media outlet. ഹിന്ദി ചാനൽ രജത് ശർമ്മയൊക്കെ അവിടെ നിന്നാണ് തുടങ്ങിയത്. But he is not recognized as a mainstream journalist. Please understand me. I have worked along with him for years in Trivandrum. He is not a mainstream journalist. Do you know that? I'm just putting the facts. I'm putting the facts. ഇന്ത്യയിലെ ആ സമയത്ത് ഏറ്റവും ഹിന്ദി ചാനലിന്റെ കേരള ബ്യൂറോ ചീഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വെറുതെ പെരിപ്പിച്ച് ഓരോന്ന് പറയല്ലേ. അദ്ദേഹത്തിന് കേരളത്തിൽ മാധ്യമ പ്രവർത്തകർക്കുള്ള യാതൊരു അംഗീകാരവും ഇല്ലായിരുന്നു. Please accept the facts. I am getting the facts for you. Okay, I am telling you, he was nobody as a mainstream journalist in Kerala. He was a hanger-on operator. താങ്കൾക്ക് അറിയാത്തൊരു കാര്യം അറിയാം, അദ്ദേഹം K. സുധാകരന്റെ പേഴ്സണൽ എന്താണ് താങ്കൾ എന്താണ് ക്ഷമ കാണിക്കാത്തത്? അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് K. സുധാകരൻ ഫാക്സ് ഞാൻ മുമ്പിൽ വെക്കുവാണ്. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ സംഗതി മിക്ക ജേർണലിസ്റ്റുകളെ പറ്റി കേൾക്കാറുണ്ട്. ഞാൻ താങ്കളെ പറ്റി കേൾക്കുന്നത് ദേശാഭിമാനിയിലെ പിണറായിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ടിട്ടാണല്ലോ വരുന്നത്. അത് കേട്ടിട്ടാണ് വരുന്നത്. അത് കേട്ടിട്ട് തന്നെ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്താണ് പറഞ്ഞ, അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അവിടെ നിന്ന് എക്സ്പ്രസിൽ നിന്ന് വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഐഡിയോളജിയിൽ പറ്റുന്ന ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പോയാലും ഞാൻ ഒരിക്കലും പറയത്തില്ല ഓപ്പറേറ്ററാണെന്ന്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്നത്? K. സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നില്ലേ? മുസ്തഫയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നില്ലേ? മാധ്യമങ്ങൾക്ക് പിന്നെ സിവിൽ സപ്ലൈസിന്റെ അരിയും പരിപ്പും കൊടുക്കുന്നതിലായിരുന്നില്ല ജോലി. എന്ത് താങ്കൾ എവിടത്തെ കാര്യമാണ് ഈ പറയുന്നത്? 90കളുടെ കാര്യം എന്നോട് പറയണ്ട, എന്നെ പഠിപ്പിക്കേണ്ട. എനിക്ക് അദ്ദേഹം ഈ മന്ത്രി ഓഫീസുകളിൽ കറങ്ങി നടന്നിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. TM ജേക്കബിന് വേണ്ടി അദ്ദേഹം നയനാർക്കെതിരായിട്ടുള്ള പുസ്തകം, ഞാൻ കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ ഹോട്ടൽ ബില്ലുകൾ അടക്കം ഹാജരാക്കി
മദ്യക്കുപ്പികളുടെ ബില്ലുകൾ ഹാജരാക്കി ഞാൻ ഇവിടെ തെളിയിക്കും. കാരണം എന്റെ ഇന്റഗ്രിറ്റിയെ താങ്കൾ ദേശാഭിമാനി കൺസൾട്ടന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അത് വെല്ലുവിളിക്കുകയാണ്, വെറുതെ അല്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഇതൊരു പേഴ്സണലൈസ്ഡ് അറ്റാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് പേഴ്സണലാണ്, എന്റെ പേഴ്സണൽ പ്രശ്നമാണ്. ജേർണലിസ്റ്റുകളുടെ എഴുത്തും അല്ലെങ്കിൽ ന്യൂസ് എഴുതാനുള്ള കഴിവിനെ പല പൊളിറ്റീഷ്യൻസും അവർ പ്രത്യേകിച്ച് സ്ഥിരം ജോലി ഇങ്ങനെയൊക്കെയുള്ള നാഷണൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സ്ഥിരം ജോലി ഇല്ലാത്ത. അപ്പൊ താങ്കൾ ഒരു കാര്യം ചോദിക്കണം, ഞാൻ ചോദിക്കാൻ അനുവദിക്കണം. താങ്കൾ മറുനാടൻ മലയാളിയെ ഒരു മുഖ്യധാര മാധ്യമമായിട്ടാണോ കാണുന്നത്? അതൊരു മലയാളത്തെ പറ്റി അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള മീഡിയ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ബന്ധമില്ല, എനിക്കും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതെങ്ങനെയാണ് ക്രെഡൻഷ്യൽ ആവുക? അത് അദ്ദേഹത്തിന്റെ യോഗ്യത എങ്ങനെയാവും? സാർ, ഒരാൾ അവരുടെ ടെക്നോളജിയെ പറ്റിയുള്ള ബോധം, ഒരു തിയേറ്റർ ടെലിവിഷൻ സ്റ്റുഡിയോ എങ്ങനെയോ ആയിരിക്കണം എന്നുള്ള ബോധം, അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഒരു ഫീസ് മേടിക്കുകയാണെങ്കിൽ അതെങ്ങനെ മറുനാടന്റെ അത് അദ്ദേഹത്തെ എങ്ങനെ മറുനാടനാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചെറിയ അദ്ദേഹം എഴുതിയ പോസ്റ്റുകൾ താങ്കൾ വിഴുങ്ങുന്നു. ഞാൻ നിരവധി അയച്ചേക്കാം. അദ്ദേഹം എഴുതിയ തികച്ചും നിലവാരം കുറഞ്ഞ കോൺഗ്രസിനെ പറ്റിയും മറ്റും എഴുതിയിരിക്കുന്ന പോസ്റ്റുകൾക്ക് താങ്കൾക്ക് വായിച്ചിട്ടുണ്ടോ? താങ്കൾ ഇല്ല. താങ്കൾ അദ്ദേഹത്തിന്റെ ചർച്ചകളിലെ നിലവാരത്തെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ വക്താവായിട്ടാണ് വന്നിരിക്കുന്നത് പലയിടത്തും. ആയിക്കോട്ടെ, അത് കോൺഗ്രസ് വക്താവാകുന്ന എത്ര പേരുണ്ട്? നമ്മൾ ശ്രീകുമാർ, ഇതേ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി ആയി തീരുമാനിച്ച CG കടക്കലിനെ പറ്റി ഞാൻ പറയുന്നില്ല, ശ്രീകുമാറിനെ പറ്റി ഞാൻ പറയുന്നില്ല. അവരെയൊക്കെ എനിക്കറിയാം, അവർ കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരാണെങ്കിലും അവർക്ക് വ്യക്തിപരമായ ഇന്റഗ്രിറ്റി ഉണ്ട്. അവരുടെ ചരിത്രം രാഷ്ട്രീയത്തിന്റെ ചരിത്രം മാത്രമാണ്. ഞാനതുകൊണ്ട് എനിക്കെന്താണ് എനിക്ക് ഇദ്ദേഹത്തെ റോയ് മാത്യുവിനെ പ്രത്യേകം എനിക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹം എനിക്കെന്താണ് അദ്ദേഹത്തോട് എന്റെ പുറമേയുള്ള ഫാക്ട്സേ ഉള്ളൂ. അതിന്റെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസ്, ഗ്രൗണ്ട് ഓപ്പറേഷൻസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ താങ്കളെ അല്പം ചരിത്രം കൂടി പറയാം. താങ്കൾ ചരിത്രം പറയാനും സമ്മതിക്കണം. കാരണം താങ്കൾ ചരിത്രം പറഞ്ഞു. ഖാരെ എന്ത് വലിയ പേരാണ് ഖാരെ. ഖാരയും റോയ് മാത്യുവും തമ്മിൽ കമ്പയർ ചെയ്യുകയോ, കുൽദീപ് നയ്യറും റോയ് മാത്യുവുമായിട്ട് കമ്പയർ ചെയ്യുകയോ? എന്തിന്? ഇതേ പറയുന്നുള്ളൂ. ഓരോ ചീഫ് മിനിസ്റ്റർക്കും അവരുടെ സെലക്ഷൻ ഉണ്ട്, ഓരോ ഭരണാധികാരിക്കും അവരുടേതായ കംഫർട്ട് ലെവൽ. എന്താണ് ഞാൻ കേരളത്തിന്റെ ചരിത്രം പറയട്ടെ ചെറിയാൻ. താങ്കൾ ഇദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ ആരാണ് ഇരുന്നത്? ഇതിനു മുൻപ് പ്രഭാവർമ്മ അല്ലെ? അദ്ദേഹം എത്ര കഴിവുണ്ട ആളാണെങ്കിലും പ്രഭാവർമ്മ ഒരു കവി. ഇതിന് മുൻപിരുന്നവരുടെ പേര് ഞാൻ പറയണം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ പവനൻ, പിന്നീട് വന്നത് K. മോഹനൻ എന്ന രാജ്യസഭാ അംഗം, കോൺഗ്രസിന്റെ കരുണാകരന്റെ പ്രസ് സെക്രട്ടറി PV തമ്പി എന്ന പണ്ഡിതൻ, AK ആന്റണിയുടെ ഉമ്മൻചാണ്ടിയുടെ ചാക്കോ എന്ന, പിന്നീട് അദ്ദേഹത്തിന്റെ ചാക്കോ എന്ന ഉമ്മൻചാണ്ടിയുടെ ബയോഗ്രഫി എഴുതിയ മാന്യൻ. എന്നിട്ടാണോ റോയ് മാത്യുവിനെ പറ്റി എന്നോട് പറയുന്നത്? ഇവരെ ഒന്നും കാണാതെയാണോ ഞാൻ പത്രപ്രവർത്തനം നടത്തിയ തിരുവനന്തപുരത്ത്? ഞാൻ അതാണ് പറയുന്നത്. ഇതൊക്കെ ഒരു CM-ന് ചേട്ടൻ കംഫർട്ട് ലെവലുണ്ട്. ഇത് ആ ലെവലിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ വിയോജിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ അഭിപ്രായങ്ങൾ സ്വ മൂടി വയ്ക്കില്ല. ഒരു ടോക്ക് ഷോയ്ക്ക് വേണ്ടി അഭിപ്രായങ്ങൾ ഞാൻ മൂടി വയ്ക്കില്ല. OV വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത് OV വിജയൻ TN ഗോപകുമാർ എത്ര പകർത്തി എഴുതിയതാണ്? താങ്കൾ എന്നോട് പറയല്ലേ? ജോവി വിജയൻ എന്റെ സുഹൃത്താണ്. അതൊരു യോഗ്യതയല്ല എന്റെ ചെറിയാൻ, ഒരു മാധ്യമ പ്രവർത്തകന്റെ യോഗ്യതയല്ല പകർത്തിയത്. എന്തൊക്കെ ചെയ്തെന്നൊക്കെ സാർ എന്നോട് പറയണ്ടേ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. താങ്കളുടെ നിലപാട് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനോട് ധാർമ്മികമായും രാഷ്ട്രീയമായും വിയോജിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന്. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ല അവരുടെയൊക്കെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതൊരു CM-ന്റെ ചോയ്സ് ആണ്. അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ പാസ്റ്റ് നോക്കിയിട്ട് കാര്യം. അവസാന വാക്ക് താങ്കളാണ് ഇതിന്റെ എഡിറ്റർ. താങ്കൾക്ക് അവസാന വാക്കുണ്ട്. അതാണ് ശരി എന്നുള്ള രീതിയിൽ ആളുകൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞത് അല്ല. ഞാൻ അതിനകത്ത് ധാർമ്മികവും ഭൗതികവും ഒന്നും കാണുന്നില്ല. ഞാൻ കാണുന്നത് ഒരു സെലക്ഷൻ. അത് നമ്മളുടെ ധാർമ്മികതയുടെയും രാഷ്ട്രീയത്തിന്റെയും അളവ് വ്യത്യാസമാണ്. ചീഫ് മിനിസ്റ്റർ and give him time. If they go wrong, we will all criticize them.
യു ഡോണ്ട് കെയർ ഇറ്റ് എനിബഡി ആരായാലും കുഴപ്പമില്ല എന്നുള്ള രാഷ്ട്രീയവും ധാർമ്മികതയുമാണ്. അത് തന്നെയാണ് സർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പ്രഭാവർമ്മ എന്ന കവി ചെയ്തത് ചാരക്കേസില്ലേ, അത് ഒരു കേസും ഇല്ലാത്ത ചാരക്കേസ് പൊക്കിക്കൊണ്ടെന്ന് പ്രഭാവർമ്മ. ഞാൻ CPM പ്രതിരോധിക്കുകയല്ല ചെറിയ വെറുതെ ആവശ്യമില്ലാതെ എന്നോട് CPM പ്രതികരിക്കാൻ പറയുന്നത്. ഞാൻ PM മനോജ്, താങ്കൾ എന്താണ് അറിയുന്നത്? PM മനോജ് എന്ന ഉപചാപ താങ്കൾ വെറുതെ എന്നെ CPM പറഞ്ഞിട്ട് ഇടിച്ച് ജയിക്കരുത്. ആർഗ്യുമെന്റുകളുടെ സ്ട്രെങ്ത്തിലും അതിന് ധാർമ്മികതയിലും ജയിക്കണം. ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയാൻ വേണ്ടേ, ഈ കോൺഗ്രസ് വരുമ്പോൾ ഞാൻ എന്തിനാണ് പ്രഭാവർമ്മയുടെയോ PM മനോജിന്റെയും പക്ഷം പിടിക്കുന്നത്? എനിക്ക് അവരുടെ ഈ CPM പരാജയത്തിൽ മുഖ്യ കാരണക്കാരൻ PM മനോജ് ആണെന്ന് പറയുന്നു. പോരെ, PM മനോജ് എന്ന പ്രസ് സെക്രട്ടറി ആയിരുന്നു CPM. പിന്നെ എന്തിനാണ് എന്നെ ഞാൻ ആരുടെയും പക്ഷം പിടിക്കാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻസ് അറിഞ്ഞുകൂടാ. ഞാൻ എനിക്കറിയാവുന്ന മിനിമം വെച്ചിട്ട് ഞാൻ ഇത് ശ്രീ ചെറിയ ഇത് താങ്കൾ വീണ്ടും ഇത് കണ്ടിട്ട് ഇത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലെങ്കിൽ ഇത് ദയവായി ഇത് റിലീസ് ചെയ്യരുത്. താങ്കൾക്ക് അതെനിക്ക് വേണമെന്നില്ല. ഇതൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ഇഷ്യൂ ആണോ? താങ്കൾക്ക് ഇഷ്യൂ പോലും അല്ല എന്നല്ലേ പറഞ്ഞു തുടങ്ങിയത്? ഇഷ്യൂ അല്ല, പക്ഷെ ഇത് ഇഷ്യൂ ആക്കി എടുക്കുന്നവർക്കുള്ള ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ സർ, നമസ്കാരം.